മുല്ലപ്പെരിയാർ കേരളത്തിന്റെ ആശങ്ക, തമിഴ്നാടിന്റെ ഉറച്ച നിലപാട്. പുതിയ അണക്കെട്ട് അനുവദിക്കില്ല, ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാർ. തമിഴ്നാടിന്റെ പുതിയ പ്രഖ്യാപനത്തിനെതിരെ കേരളത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വീണ്ടും തീപ്പൊരി. പുതിയ അണക്കെട്ട് പണിയാൻ അനുവദിക്കില്ലെന്നും നിലവിലെ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പെരിയാർ തീരത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആശങ്കകളെ അവഗണിക്കുന്ന നിലപാടാണ് തമിഴ്നാട് സ്വീകരിക്കുന്നതെന്ന് മുല്ലപ്പെരിയാർ സമര സമിതി തുറന്നടിച്ചു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുമ്പോൾ ജലനിരപ്പ് ഉയർത്തുമെന്ന പ്രഖ്യാപനം ഭീതിയും ആശങ്കയും വർദ്ധിപ്പിക്കുന്നതാണെന്നാണ് സമരസമിതിയുടെ ആരോപണം. അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് സുപ്രീം കോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന അഥവാ കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ എത്രയും വേഗം നടത്തണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. നിലവിലെ അണക്കെട്ടിന്റെ യഥാർത്ഥ സുരക്ഷാ സ്ഥിതി ശാസ്ത്രീയമായി വിലയിരുത്തിയ ശേഷമേ ഭാവി തീരുമാനങ്ങൾ എടുക്കാവൂ എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്ന കാര്യത്തിൽ കേരളവും തമിഴ്നാടും ചർച്ചയിലൂടെ ധാരണയിലെത്തണമെന്നും ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനെ നേരിൽ കണ്ട് നിവേദനം നൽകുമെന്നും സമരസമിതി കൺവീനർ ഷാജി പി ജോസഫ് അറിയിച്ചു. അതേസമയം സംസ്ഥാന ബജറ്റിൽ പുതിയ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് വ്യക്തമായ പ്രഖ്യാപനമില്ലാത്തതിൽ നിരാശയുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇതിനിടെ തമിഴ്നാട് സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലും മുല്ലപ്പെരിയാർ വിഷയത്തിലെ പഴയ നിലപാട് തന്നെ വീണ്ടും ആവർത്തിച്ചു. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും നിലവിലെ അണക്കെട്ട് ആവശ്യമായ അറ്റകുറ്റപ്പണികളിലൂടെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ പ്രഖ്യാപിച്ചു. സർക്കാരുകൾ മാറിയാലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പുറത്തുവരുന്നത്. സുപ്രീം കോടതി അനുമതി നൽകിയിട്ടും കേരളം ജലനിരപ്പ് ഉയർത്താൻ അനുവദിക്കുന്നില്ലെന്നും പകരം പുതിയ അണക്കെട്ട് എന്ന ആവശ്യം ആവർത്തിക്കുകയാണെന്നുമാണ് തമിഴ്നാടിന്റെ വിമർശനം. കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭാ സമ്മേളനത്തിന് ശേഷം വിഷയത്തിൽ ചർച്ച നടത്തുമെന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് തമിഴ്നാടിന്റെ ഈ പുതിയ പ്രഖ്യാപനം. ഇതോടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിലപാടുകൾ വീണ്ടും നേർക്കുനേർ വന്നിരിക്കുകയാണ്. ഒരു വശത്ത് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി പുതിയ അണക്കെട്ട് വേണമെന്ന കേരളത്തിന്റെ ആവശ്യം, മറുവശത്ത് നിലവിലെ അണക്കെട്ട് സുരക്ഷിതമാണെന്നും ജലനിരപ്പ് ഉയർത്തണമെന്നുമുള്ള തമിഴ്നാടിന്റെ ഉറച്ച നിലപാട്. ഇരു സംസ്ഥാനങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ തർക്കം വീണ്ടും കൂടുതൽ സങ്കീർണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആശങ്കകൾക്കും സുരക്ഷാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുമോ എന്നതാണ് ഇനി ഉയരുന്ന പ്രധാന ചോദ്യം.